ഹലോ ഓൾ, എവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടീച്ചിങ് എന്ന് പറയുന്ന സബ്ജക്റ്റിലെ ഇൻ്റർ ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ഭാഗമാണ്. നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. Linguists have noticed that in the process of learning a second language, where the learner evolves a new system of rules, there will be a constant reference to the target language and the learner's own mother tongue. രണ്ടാമത്തെ ഭാഷ പഠിക്കുന്ന പ്രക്രിയയിൽ പഠിതാവ് ഒരു പുതിയ നിയമ സംവിധാനം രൂപപ്പെടുത്തുമ്പോൾ ലക്ഷ്യഭാഷയെയും പഠിതാവിൻ്റെ സ്വന്തം മാതൃഭാഷയെയും കുറിച്ച് നിരന്തരമായ പരാമർശം ഉണ്ടായിരിക്കുമെന്ന് ഭാഷാശാസ്ത്രജ്ഞർ ശ്രദ്ധിച്ചിട്ടുണ്ട്. In the process, there evolves a linguistic system known as interlanguage, a new form that is neither in the L1 or the target language. ഈ പ്രക്രിയയിൽ ഇൻ്റർ ലാംഗ്വേജ് എന്നറിയപ്പെടുന്ന ഒരു ഭാഷാ സമ്പ്രദായം വികസിക്കുന്നു. ഇത് ലോ ടാർഗറ്റ് ഭാഷയിലോ ഇല്ലാത്ത ഒരു പുതിയ രൂപമാണ്. So for the learner, interlanguage is the learner's current version of the language they are learning. അതിനാൽ പഠിതാവിന് അവർ പഠിക്കുന്ന പഠിതാവിൻ്റെ നിലവിലെ പതിപ്പാണ് ഇൻ്റർ ലാംഗ്വേജ് എന്ന് പറയുന്നത്. It is important for teachers to see interlanguage as a series of learning steps. അധ്യാപകർ ഭാഷയെ പഠനഘട്ടങ്ങളുടെ ഒരു പരമ്പരയായി കാണേണ്ടത് പ്രധാനമാണ്. ഇത്രയുമാണ് ഈ ഒരു ഇൻ്റർ ലാംഗ്വേജിൻ്റെ ഷോർട്ടായ രൂപം എന്ന് പറയുന്നത്. നമുക്ക് ഈ ഒരു ഇൻ്റർ ലാംഗ്വേജ് ഇവിടെ അവസാനിപ്പിക്കാം. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.